ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പച്ചപ്പിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബ്ലോഗിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പല ഫംഗ്ഷനും അതെങ്ങനെ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിലും അതേപോലെ സമയം അധികം സ്പെൻഡ് ചെയ്യാതെയും ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് എങ്ങനെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഷോർട്ട് കീസ് യൂസ് ചെയ്തുകൊണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു എക്സൽ ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു എക്സൽ ഷീറ്റാണ്. അതിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോർട്ട് കട്ട് കീസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഷീറ്റിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് കാണാം, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ കുറേ ഷോർട്ട് കട്ട് കീസും അതിൻ്റെ യൂസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് കട്ട് കീസ് നമുക്ക് എങ്ങനെ ഈ ഒരു എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫയലിൽ നമുക്കതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോർട്ട് കീ ആണ് Ctrl+A. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സപ്പോസ് ഈ സെല്ല് നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+C ദെൻ Ctrl+V പേസ്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ Ctrl+X ദെൻ Ctrl+V. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഇനി ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഏത് പോർഷനാണോ ബോൾഡ് ആക്കേണ്ടത് ആ പോർഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ Ctrl+B പ്രസ് ചെയ്യുക. ഇറ്റാലിക്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+I. ഇത് ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഡേറ്റ അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+U. അത് അണ്ടർലൈൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ചെയ്ത ഒരു ഡേറ്റ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഡു റീഡു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ ഈ ഡേറ്റ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി ഈ ഡേറ്റ എനിക്കിവിടെ വേണ്ടാത്തൊരു ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് Ctrl+Z പ്രസ് ചെയ്യുമ്പോൾ അത് അൺഡു ചെയ്യും. ഈവൻ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ Ctrl+Y, അഗെയിൻ ഇറ്റ് വിൽ കം ദെയർ. അതേപോലെ നമുക്ക് ഇതിൻ്റെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഹെഡിങ്ങും അതിൻ്റെ കൂടെ താഴോട്ട് പോകും. നമുക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ ഹെഡിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹെഡിങ് അവിടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് എന്നൊരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതായത് നമുക്ക് ഏത് ലൈൻ തൊട്ടാണോ ഫ്രീസ് ചെയ്യേണ്ടത് അതിന് ജസ്റ്റ് താഴെ ബിലോ ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക, ദെൻ Alt+WFF എന്ന ഷോർട്ട് കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹെഡിങ്സ് അത് അതുപോലെ തന്നെ അവിടെ കാണാം. ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഡേറ്റയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു കാര്യം സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷോർട്ട് കീ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ Ctrl+F ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് എൻജിനീയർ എന്നുള്ളൊരു വേർഡാണ് നോക്കുന്നത്. ഇത് ഫൈൻഡ് ഓൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തിലെ ഓരോ വാല്യൂ നമുക്ക് ഹൈലൈറ്റ് ആയി വരും. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം അടുത്ത ആ വാല്യൂ എവിടെയാണോ ഉള്ളത് അത് അവിടെ ഹൈലൈറ്റ് ആയി വരും. അതേപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫംഗ്ഷനാണ് റീപ്ലേസ് എന്നുള്ളൊരു ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തു എഞ്ചിനീയർ എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഈ എഞ്ചിനീയർ മാറ്റി ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള വേർഡ് അതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റീപ്ലേസ് വിത്ത് എന്നുള്ള ഈ കോളത്തിൽ ജസ്റ്റ് സിവിൽ എഞ്ചിനീയർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോളം മാത്രമാണ് നമുക്ക് സിവിൽ എഞ്ചിനീയർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റീപ്ലേസ് ബട്ടൺ മാത്രം പ്രസ് ചെയ്യുക. അല്ലാതെ നമ്മളെ എല്ലാ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 6 റീപ്ലേസ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഞ്ചിനീയർ എന്ന് മെൻഷൻ ചെയ്ത പോർഷൻ അല്ല ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതൊരു ടേബിൾ ഫോർമാറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക, പോർഷൻ സെലക്ട് ചെയ്യുക, അതായത് Ctrl+A, പിന്നീട് Ctrl+T പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സെല്ല് ഏത് പോർഷനാണ് നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ വേണ്ടതെന്ന് നമ്മളോട് ചോദിക്കും. നമ്മൾ ആ പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, ദെൻ ഓക്കെ പ്രസ് ചെയ്യുക.
ഇപ്പോൾ നമുക്ക് വ്യത്യസ്തമായ പല ഫോർമാറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന ഇത് വെച്ചിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ അത് ടേബിൾ ഫോർമാറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരു റോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് സ്പേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ടേബിളിലെ റോ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോളമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് കോളമാണോ ഫുള്ള് സെലക്ട് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ കൺട്രോൾ സ്പേസ് ബാർ, കോളം സെലക്ട് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഒരു എക്സ്ട്രാ കോളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ കോളം ആഡ് ചെയ്യേണ്ടത് ആ കോളം ജസ്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ സ്പേസ് ദെൻ കൺട്രോൾ പ്ലസ്. അപ്പോൾ നമുക്ക് അതേ ഫോർമാറ്റിൽ ഒരു കോളം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിലെ ഡേറ്റ ജസ്റ്റ് ബിലോ അതിൻ്റെ താഴെയുള്ള ഒരു സെല്ലിലേക്ക് നമുക്ക് അതേ ഡേറ്റ നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനുള്ള ഷോർട്ട് കീ ആണ് കൺട്രോൾ ഡി. നമ്മൾ ജസ്റ്റ് കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡേറ്റ അതിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു ഡേറ്റ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഏത് സെല്ലിലാണോ നമുക്ക് ആ ഡേറ്റ വരേണ്ടത്, സപ്പോസ് ഈ 340 എന്നുള്ള ഡേറ്റ നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ ആർ, ആ ഡേറ്റ അവിടെ വരും. നമുക്കിപ്പോൾ ഈ ഒരു കോളം നമുക്ക് വേണ്ട, ഈ ഒരു കോളം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൺട്രോൾ മൈനസ്, നമുക്കറിയാം ആ ഡേറ്റ അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ ഡേറ്റയിലെ ലാസ്റ്റ് സെല്ലിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഷോർട്ട് കീ ആണ് കൺട്രോൾ ദെൻ ഡൗൺ ബട്ടൺ. നമുക്ക് അവിടുത്തെ ലാസ്റ്റ് ബട്ടൺ പോകാം. അതേപോലെ നമുക്ക് ഫസ്റ്റ് ബട്ടണിലേക്ക് പോകണം, ഫസ്റ്റ് സെല്ലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അപ്പ് ബട്ടൺ. അതേപോലെ റൈറ്റ് സൈഡിൽ എൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ റൈറ്റ് സൈഡ് ആരോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം സാലറി ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇപ്പം ഗ്രോസ് സാലറി കാണണം. അപ്പോൾ അതിനായിട്ടുള്ള നമുക്കുള്ളൊരു ഷോർട്ട് കീ ആണ്, നമുക്ക് സം ഇവിടെ കിട്ടാനുള്ളൊരു ഷോർട്ട് കീ ആണ് ഓൾഡ് ഈക്വൽ ടു. ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സെല്ല് നമ്മളിവിടെ സെലക്ട് ആവും. ജസ്റ്റ് പ്രസ് എൻ്റർ. ഇപ്പോൾ നമുക്ക് ഈ സം ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഈ ഡേറ്റയിലേക്ക് ഫിൽട്ടർ ഫംഗ്ഷൻ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് ബാർ, ദെൻ കൺട്രോൾ ഷിഫ്റ്റ് എൽ പ്രസ് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എൽ. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഫിൽട്ടർ ഫംഗ്ഷൻ വർക്കായിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി ഈ ഡേറ്റയിൽ നിന്ന് ഒരു ചാർട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡേറ്റ സെലക്ട് ചെയ്യുക, ദെൻ ഓൾഡ് F1 പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ചാർട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡേറ്റ്, കറണ്ട് ഡേറ്റ് നമുക്ക് ഈ നമ്മുടെ ചാർട്ടിൽ നമുക്കതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ലാസ്റ്റ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് ഞാനൊരു കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ കൺട്രോൾ സെമി കോളൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം കറണ്ട് ഡേറ്റ് ഇത് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ടൈം വരണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് സെമി കോളൻ വരും. നമുക്കിനി ഒരേ സെല്ലിൽ തന്നെ ടൈമും ഡേറ്റും ടൈമും വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺട്രോൾ സെമി കോളൻ ചെയ്യുക, അതിനുശേഷം ഒരു സ്പേസ് ഇടുക, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് അഗൈൻ സെമി കോളൻ. നമുക്കപ്പോൾ ടൈമും അവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റ എങ്ങനെ ഒരു പ്രിൻ്റ് എടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ട പോർഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ കൺട്രോൾ പി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം ഡയറക്റ്റ് പ്രിൻ്റ് ബട്ടൺ പ്രസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക് എക്സൽ ഷോർട്ട് കട്ട് കീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു ബ്ലോഗിലൂടെ നമുക്ക് ഓരോ ഫോർമുലാസ്, ഫംഗ്ഷൻ, അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സലിൻ്റെ ഫോർമാറ്റിംഗ് ഫങ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ബ്ലോഗിലൂടെ കാണാം. അപ്പോൾ ടേക്ക് കെയർ, സീ യു സൂൺ.